മനുഷ്യൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ക്രിയാത്മകമായ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവമാണ്. ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ് ഒക്കെ മനസ്സിലാക്കാൻ ഇതിലും ലളിതമായ എക്സാമ്പിൾ വേറെ ഉണ്ടാവില്ല. ഒരു ബിസിനസ്സിന് ഒന്ന് രണ്ട് സൊല്യൂഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ബ്രാൻഡേ ഉള്ളൂ, അതാണ് ദൈവം. അതിന്റെ ജലദോഷം മുതൽ നാസയിലെ റോക്കറ്റ് വിക്ഷേപണം വരെ കൈകാര്യം ചെയ്യാൻ കഴിയും, അതും പ്രാർത്ഥനയിലൂടെ. മനുഷ്യന്റെ മനസ്സിൽ തോന്നിയ മുകളിൽ ആരോ ഉണ്ടെന്നുള്ള ചിന്തയെ എത്ര മനോഹരമായിട്ടാണ് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടുള്ളത്. മനുഷ്യന്റെ അജ്ഞതയെ ഒരു മാർക്കറ്റിംഗ് ടൂളായി എടുത്തുകൊണ്ട് അഡ്വർടൈസിംഗ് മെറ്റീരിയൽസ് ആയ പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ കൃത്യമായി ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മനുഷ്യന്റെ മനസ്സിലേക്ക് കൊണ്ടുചെലുത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു ബ്രാൻഡ് നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അതിന് സെയിൽസും കൺവേർഷനും സംഭവിക്കണം. ഈ ബ്രാൻഡിന്റെ സെയിൽസ് സംഭവിക്കുന്നത് പള്ളികളിലോ മോസ്കുകളിലോ അമ്പലങ്ങളിലോ മാത്രമല്ല. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയിൽ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മതം എന്ന വ്യവസ്ഥിതിക്കും നല്ലൊരു ഓഹരിയുണ്ട്. നമ്മളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതും ഒക്കെ ഇപ്പോഴും ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. ആ കോൺസെപ്റ്റിന് മനുഷ്യന്റെ ഉള്ളിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ബ്രാൻഡ് ആക്കപ്പെട്ടാൽ മാത്രം മതിയാവില്ല. നിരന്തരമായ ചർച്ചകളിലൂടെയും ഡിസ്കഷനിലൂടെയും ഡിബേറ്റുകളുടെയും വെറുതെയുള്ള സംസാരത്തിലും ഒക്കെ നിലനിൽക്കുന്ന ദൈവം എന്ന് പറയുന്ന ബ്രാൻഡ് മനുഷ്യനുള്ളിടത്തോളം കാലം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നതാണ് ആ ബ്രാൻഡിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഒരു ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ദൈവം എന്ന് പറയുന്ന ബ്രാൻഡാണ് ഒരു എക്സാമ്പിളായി നിലനിൽക്കേണ്ടത്. സോ ഒരു ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ദൈവം എന്ന് പറയുന്ന ബ്രാൻഡാണ് ഒരു എക്സാമ്പിളായിട്ട്, ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് ഉള്ളത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഇതൊരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു വീഡിയോ ആണ്. സോ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളുടെ ഡെസിഗ്നേഷൻ കൂടി പറയാം. അദ്ദേഹം ഒരു ആഡ് ഫിലിം മേക്കറാണ്. അദ്ദേഹം 600-ലധികം ബ്രാൻഡ് സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഡെസിഗ്നേഷൻ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ദൈവാസ്തിക്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പല രീതിയിൽ പല ഭാഗത്തുനിന്നുണ്ടാകുന്ന സമയത്ത് പല ആളുകളും പ്രതികരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഈ മൈക്ക് കൊടുത്തിട്ട് പിന്നെ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, സ്ട്രീറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന സമയത്തൊക്കെ പല ആൾക്കാരും ഈ ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനോട് അവർ പ്രതികരിക്കുന്ന രൂപം, അതിൻ്റെ രീതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോരുത്തരും അവരുടെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ അവർ വരുന്ന അവരുടെ ജോലി അല്ലെങ്കിൽ അവർ ജീവിച്ചു വളർന്നിട്ടുള്ള ആ സാഹചര്യം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ ദൈവത്തെ ഡിഫൈൻ ചെയ്യാനും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും തയ്യാറാവുക. ഇവിടെ ഇദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം ഒരു ബ്രാൻഡ് പിന്നെ ഫിലിം മേക്കറാണ്, ആഡ് ഫിലിം മേക്കറാണ്. ബ്രാൻഡുമായി ബന്ധപ്പെട്ട് പിന്നെ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. സോ അദ്ദേഹം ചിന്തിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ബ്രാൻഡാണ്. കാരണം എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ദൈവം കൊടുക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലുള്ള എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നുള്ളതിനെ ദൈവം എന്നുള്ള നിലയ്ക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവമാണ് ഏറ്റവും മികച്ച ബ്രാൻഡ് അദ്ദേഹം പറയാൻ. സോ ഇത് ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. അതായത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് വെച്ചിട്ട് നമ്മൾ ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രശ്നമാണിത്. ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൂ ഈസ് ഗോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. ആരാണ് ദൈവം? ഹൂ ഈസ് ഗോഡ്? ആരാണ് ഈ ദൈവം എന്ന് പറയുന്ന ആരാണ്? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരുപാട് മാർക്കറ്റിംഗ് നടന്നിട്ട്, അതായത് ടി വികളിലൂടെ, സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, സീരീസുകളിലൂടെ ഇങ്ങനെ കുറേ മാർക്കറ്റിങ്ങൾ നടന്നിട്ടാണ് ദൈവം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു ഭാഗത്ത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇദ്ദേഹം പറഞ്ഞതിൻ്റെ കൂടെ അല്ല യഥാർത്ഥത്തിൽ സയൻസ് നിൽക്കുന്നതുള്ളതാണ്. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാടധികം ആൾക്കാർ, നമ്മുടെ ചാനൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ഈ സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ഉണ്ട്, ഒരു നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ വേൾഡിനപ്പുറം ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പിന്നെ വാചകത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് ദൈവം എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണോ ദൈവം? അല്ല എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. നോക്കൂ, സയൻസിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റഡീസ് കാണാൻ പറ്റും. ഇപ്പം ഒലിവറ പെട്രോവിച്ചിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ദ നോൺ നാച്ചുറൽ കോസാലിറ്റി ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്, എ കേസ് സ്റ്റഡി അഗെയിൻസ്റ്റ് ആർട്ടിഫിഷ്യലിസം എന്ന് പറയുന്ന, അവർ ഈ ചെറിയ കുട്ടികളിൽ നടത്തിയിട്ടുള്ള അവരുടെ ഇന്നേറ്റ് പൊസിഷനുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു സ്റ്റഡിയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആർക്കും പിന്നെ ഈ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാരിൽ പോലും ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, സൂപ്പർ നാച്ചുറൽ ബീയിങ് ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ആ പഠനത്തിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചില കുട്ടികളെ ഐസൊലേറ്റ് ചെയ്തിട്ട് വളർത്തുകയും അങ്ങനെ അവരിൽ നടത്തിയൊരു സ്റ്റഡിയിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് നാച്ചുറലി ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നത് കുട്ടികൾ മീൻസ് ഓരോ മനുഷ്യരും ജനിച്ച് വീഴുമ്പം
അവരിലുള്ള വിശ്വാസം എന്ന് പറയുന്നതാണ്. ജസ്റ്റിൻ ബാരറ്റിൻ്റെ ബോൺ ബിലീവേഴ്സ് എന്ന് പറയുന്ന പുസ്തകം. ഇതിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതൽ പറയുന്നില്ല. അതായത് മനുഷ്യൻ്റെ നൈസർഗികമായിട്ടുള്ള ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് ദൈവമുണ്ട് എന്നുള്ളത്. അത് നമ്മൾ ഇവിടെയുള്ള സീരിയലുകളും അതുപോലെ തന്നെ നമ്മൾ ജനിച്ചു വളർന്ന സമയത്ത് നമ്മളൊരു റിലീജിയസ് ആയിട്ടുള്ള ഫാമിലി ജനിക്കുന്നു, ബീറ്റ് മുസ്ലിം, ബീറ്റ് ഹിന്ദു ഓർ ക്രിസ്ത്യൻ വാട്ടെവർ, അങ്ങനെ നമ്മൾ ജനിച്ചു വീണു, അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു, അമ്പലങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ചർച്ചിലേക്ക് പോകുന്നു. അങ്ങനെ പോയതുകൊണ്ട്, പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മൾ ദൈവവിശ്വാസിയായി എന്നാരെങ്കിലും പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് അതൊക്കെ ഒരു കാരണമായി മാറിയിട്ടുണ്ടാവാം, അതൊക്കെ നമ്മളുടെ ഒരു നർച്ചറിങ്ങിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ചെറിയ കുട്ടികൾ അവർക്ക് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള നർച്ചറിങ്ങും റിലീജിയസ് ആയിട്ടുള്ള നർച്ചറിങ്ങും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവർ വിശ്വാസികളാവുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റഡിയിൽ പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ഏറ്റവും മികച്ച ഒരു കണ്ടുപിടുത്തമാണ് ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞത് അവിടെ തീർന്നു. ഇനി പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ തന്നെ റെഫ്യൂട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. നോക്കൂ, അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ്, ഒരു ബ്രാൻഡാണ് ദൈവം. ബ്രാൻഡുകൾ എന്ന് പറഞ്ഞ് എങ്ങനെയാണ്, അതൊരു കാലഘട്ടത്തിൽ വരും. ഇപ്പോൾ നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡ്, ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണ്, ഒരു കാലത്ത് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു. ഇതേപോലെ ബ്രാൻഡുകൾ എന്നുള്ളത് ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യാണ്, അത് വരും, അത് അതിനൊരു ധർമ്മം ഉണ്ടാവും, ആ ധർമ്മം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് പോകും. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇതൊക്കെ പറയുന്ന വെച്ചാൽ ഒരു കൺസെപ്റ്റ് എന്നുള്ള നിലക്കാണ്. ദൈവം എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദികളോ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഇടക്ക് ഹൃദയം നിൽക്കുന്ന ആളുകളൊക്കെ ചിന്തിച്ച് നോക്കുക. ഞാൻ റീസെൻ്റ്ലി എൻ്റെ സഹപാഠിയായിട്ടുള്ളൊരു പെൺകുട്ടി, അവരോട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ ഈ ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന ഒരാളാണ്. അവർ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് എന്ന് പറയുന്നത് അത്, അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരീശ്വരവാദം പറയുക എന്ന് പറയുന്നത് ഒരു പുരോഗമനമായി അല്ലെങ്കിൽ ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും അവരൊരു നിരീശ്വരവാദിയാണ്. അപ്പോൾ അവരോട് സംസാരിച്ച സമയത്ത് ഒരുപാട് ഏകദേശം ഒരു മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞാൽ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്കങ്ങനെ എന്തിനാണ്, നമ്മൾക്ക് അങ്ങനെ ഒരാൾ എന്തിനാണ്, നമ്മൾ ജീവിക്കുന്നു, നമ്മളുടെ റൈറ്റസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾക്ക് എന്താണോ ശരി അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾക്ക് എന്താണോ തെറ്റെന്ന് തോന്നുന്നത് അത് നമ്മൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ തടയുന്നു. ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഒരുപാട് സുഖങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അല്ലേ ജീവിച്ച് പോകേണ്ടത്, അതല്ലേ നമ്മുടെ ലൈഫിൻ്റെ മീനിങ് എന്നവർ പറയുന്ന സമയത്ത് ഞാൻ തിരിച്ചു ചോദിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം എല്ലാ മനുഷ്യരും നമ്മൾ എത്ര നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ നമ്മൾ ഡൗൺ ആകുന്ന സമയത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡൗൺ ആകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്? ഇത് നമുക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ചില ഘട്ടങ്ങളുണ്ടാവും അല്ലേ, ജീവിതത്തിൽ ഒരാളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ടാവാം, സന്ദർഭങ്ങളുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് എന്ന് അവരോട് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് ആണല്ലോ. നോക്കൂ, ദൈവമില്ല എന്ന് പറയുന്നു, സൂപ്പർ നാച്ചുറലായിട്ട് ഒരാളുടെ ആവശ്യമില്ല എന്ന് പറയുന്നു എന്നൊക്കെ ഒരു വശത്ത് അതൊക്കെ പറയുകയും, മറുവശത്ത് നിന്ന് ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ ഐ എം ഗോണ പ്രേ, ഞാൻ പ്രാർത്ഥിക്കും എന്നൊരാൾ പറയുമ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ ഇത് വീണ്ടും ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു വെച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതാരോ കേൾക്കുന്നുണ്ടാവാം, സംതിങ് ഈസ് ഗോണ ഹാപ്പൻ, ഞാനത് പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ പല ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അവർ പറയണം. അപ്പോൾ ഇത് നമ്മൾ ഒരുപക്ഷെ നമ്മൾ നേരിട്ട് നമ്മൾ ആലോചിക്കുമ്പം ഇതിൻ്റെ ഒരു ലോജിക്ക് പിടിയിട്ടില്ല. കാരണം നോക്കൂ, ഇവർ പറയുന്നു സൂപ്പർ നാച്ചുറലായിട്ട് ആരുമില്ല, ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ ദുആ, ഇവരുടെ പ്രാർത്ഥന അത് കേൾക്കാൻ ആരുമില്ല, നോ വൺ ഈസ് ദെയർ, റൈറ്റ്? അപ്പം ഇതിന് പുറത്ത് ആരുമില്ല, ഈ നമ്മൾ ഈ കാണുന്ന നാച്ചുറൽ മെറ്റീരിയൽ വേൾഡിനപ്പുറത്ത് മറ്റാരും ഇല്ല. സോ അങ്ങനെ ആരും ഇല്ലാത്തടത്ത് ഇവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, എന്തൊക്കെ ഇവർക്ക് മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇവർക്കൊരു സമാധാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവരോട് ഞാൻ തിരിച്ച് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്ന സംഗതി, നിങ്ങളുടെ ആ പ്രാർത്ഥന അത് എവിടെ തട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്? അതെവിടെ ഒരു പോയിന്റ് ആണല്ലോ, നമ്മളൊരു പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ, നമ്മൾ റട്ടറിക്കായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയാമെന്നുള്ളതാണോ? അത് നമ്മൾ അതിനെ മറ്റു രീതിയിൽ ഭ്രാന്ത് എന്ന് പറയും, റൈറ്റ്? പക്ഷേ അതും പ്രാർത്ഥനയും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഒരാൾ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുന്നതും പ്രാർത്ഥനയും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു പോയിന്റിലേക്കാണ്, ഒരു പവറിലേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പടച്ചവനെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലായിടത്തുനിന്നും അവർക്ക് നമുക്കറിയാം എക്സെപ്ഷൻസ് അറിയാം, ഇപ്പോൾ ബാത്റൂമുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ എക്സെപ്ഷൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും
എല്ലായിടത്തും പ്രാർത്ഥിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും. അത് കാരണം അവരുടെ കണ്ഠനാടിയേക്കാൾ, അവരുടെ ജുഗുലാർ വെയിനേക്കാളും അടുത്തിട്ടുള്ളവനാണ് ആര്? പടച്ചവൻ എന്നുള്ളതാണ് പടച്ചവൻ പറയുന്നത്. അപ്പം ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുന്നു എന്ന് പറയുമ്പം അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവമല്ല, എല്ലാവരുടെയും ദൈവമാണ്. അപ്പോൾ എല്ലാവരുടെയും ദൈവമായിട്ടുള്ള പടച്ചവൻ നമ്മളോട് പറയാണ്, പടച്ചവൻ എന്ന് പറഞ്ഞാൽ അവൻ എവിടെയാണുള്ളത്? നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആളാണ് ദൈവം. അതുകൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിക്കുന്നത് അവന് ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദർ ഈസ് എ പോയിന്റ്, നമ്മൾ ആ പോയിന്റിലേക്കാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഇറ്റ് മേക്ക് സെൻസ്, റൈറ്റ്? അതിലൊരു സെൻസ് ഉണ്ട്, അതിലൊരു ലോജിക്ക് ഉണ്ട്. പക്ഷേ നോക്കൂ, നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പം, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ അവർക്ക് ആശ്വാസം കിട്ടുന്നു എന്ന് പറയുമ്പം ദാറ്റ്സ് ലൈക്ക് ഒരു സ്യൂഡോ ആശ്വാസം അല്ലേ? അതായത് ഒരു ആക്ച്വലി അവർ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ ഒരു ഇല്ലോജിസിറ്റി. അപ്പം ഈ ഒരു പ്രശ്നം ഞാൻ അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ അവർ പിന്നെ അത് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ, ദൈവം എന്ന് പറയുന്നത് വെറും ഒരു ബ്രാൻഡാണ്. നമ്മൾ ഈ ഒരു ഡിഫോൾട്ട് നിരീശ്വരവാദി പൊസിഷനിൽ കേരളത്തിലെ ഈ പുരോഗമന ആശയങ്ങൾ പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത്, ഈ രീതിയിൽ ദൈവമില്ല എന്ന് പറയുന്നതിനെ ഡിഫോൾട്ടായിട്ട് നമ്മൾ നിർത്തുമ്പം എന്താണ് നമ്മുടെ ലൈഫിൻ്റെ മീനിങ്? എന്താണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്? എന്താണ് ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഗതി? ഇതിനൊന്നും ഒരുപക്ഷെ നമ്മൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇഫ് ദർ ഇസ് നോ ഗോഡ് ദർ ഇസ് നോ മീനിങ്. ഓക്കെ, ഇഫ് ദർ ഇസ് നോ ഗോഡ് ദർ ഇസ് നോ മീനിങ് ഫോർ ദിസ് ലൈഫ്. നമ്മൾ ഈ ജീവിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് ഇതൊരു ഭയങ്കര എക്സാജറേഷൻ അല്ല, കാരണം ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അവിടെ നമ്മൾ കുറച്ചുകൂടി കടന്ന് ചിന്തിക്കും. നമ്മളെല്ലാ കാര്യത്തിലും ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഡിസിഷൻസ് എടുക്കാറുള്ളത്. നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ ഏത് സ്ട്രീം എടുക്കണം നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ അത് പിന്നെ ഒരുപാട് ആൾക്കാരോട് ചോദിക്കും, അല്ലേ? ഒരുപാട് ആൾക്കാരെ കൺസൾട്ട് ചെയ്യും. +2 കഴിഞ്ഞ് നമ്മളിനി ഒരു പിന്നെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകണോ, അല്ല ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകണോ, മറ്റേതെങ്കിലും സ്ട്രീമുകളിലേക്ക് പോകണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഭൗതികമായിട്ട് ഇവിടെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മളുടെ ലൈഫുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്രയേറെ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതായത് നമ്മളിതൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ റാറ്റ് റേസൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് മരിക്കും എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോൾ പരലോകം എന്നുള്ളതിനെ ആൾക്കാർ നിഷേധിക്കും, സ്വർഗ്ഗം എന്നുള്ളതിനെ, നരകം എന്നുള്ളതിനൊക്കെ നിഷേധിക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ അഗ്നോസ്റ്റികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ നോക്കൂ, അതൊക്കെ നമ്മൾ നിഷേധിച്ച് കഴിഞ്ഞാലും മരണം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. അതിൽ അവിടെ നിരീശ്വരവാദി വിശ്വാസി എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരും അംഗീകരിക്കുന്നു മരിക്കും എന്നുള്ളത്. സോ മരിക്കും എന്നുള്ളിടത്ത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ദെൻ ആ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ്? നമ്മൾക്ക് കോൺഷ്യസ്നെസ് ഉണ്ട് നമ്മൾ പറയുന്നു, നമ്മൾക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയാണോ? അല്ല. എൻ്റെ കാലാണോ? എൻ്റെ ഉടലാണോ? എൻ്റെ തലയാണോ? ഇതാണോ ഞാൻ? അല്ല. നമ്മൾ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ ഡിസിഷൻസ് എടുക്കുന്നത്, അതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്, അതിലാണ് അലിവുകൾ തോന്നുന്നത്, അല്ലേ? നമ്മൾക്ക് ഒരു തെറ്റ് കാണുമ്പം അവിടത്തേക്ക് ദേഷ്യം തോന്നുന്നത്, ഇങ്ങനെ ഇതൊക്കെ ഉള്ള നമ്മളെന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഒരു എൻറ്റിറ്റി ഉണ്ടല്ലോ. ഈ നമ്മൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ നമ്മൾ മരണത്തിന് ശേഷം എവിടെയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഓക്കെ, നമ്മളുടെ ബോഡി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ മണ്ണിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ കരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കൾച്ചറലായിട്ട് അവരങ്ങനെ ചെയ്യുന്നു, റിലീജിയസ്ലി അങ്ങനെ ചെയ്യുന്നു. നമ്മുടെ ബോഡി അങ്ങനെ പോകുന്നു, റൈറ്റ്? ഓക്കെ, നമ്മളുടെ തൊലിയും നമ്മളുടെ എല്ലും തോലും ഒക്കെ അങ്ങനെ പോകുന്നു. ബട്ട് നമ്മളെന്ന് പറയുന്ന ആൾ എവിടെയാണ്, റൈറ്റ്? ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഈ നമ്മളെന്ന് പറയുന്ന ആൾ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ആക്ച്വലി നമ്മൾ ഉത്തരം കൊടുക്കാൻ പറ്റണം. അതാണ് അൾട്ടിമേറ്റ്ലി ഉള്ള ചോദ്യം. ആ അൾട്ടിമേറ്റ്ലി ഉള്ള ചോദ്യത്തിന് എവിടെയാണ്, എന്താണ് ഈ ലൈഫിൻ്റെ മീനിങ്, എന്താണ് ഈ ലൈഫിൻ്റെ പർപ്പസ്, എന്താണ് ഈ ലൈഫിൽ ജസ്റ്റിസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല എങ്കിൽ, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, നമ്മളെ പടച്ചൊരു പടച്ചോറുണ്ട്, ഈ പ്രപഞ്ചത്തെ പടച്ച ഒരു പടച്ചവനുണ്ട്, ദൈവമുണ്ട്, അവനാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്, നമ്മൾക്ക് ഈ ലോകത്തൊരു ധർമ്മമുണ്ട്, ഒരു കാര്യം ചെയ്യാനുണ്ട്, ഇത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു കൺസെപ്റ്റും നമ്മളിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിന് ആക്ച്വലി മീനിങ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആ മീനിങ് ഇല്ലായ്മയിൽ നിന്നാണ് പല ആളുകളും തെറ്റുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ നമുക്ക് ജസ്റ്റിസ് വേണമെന്ന് പറയുന്നത്. സോ വൈ? നമുക്ക് എന്തിനാണ് ജസ്റ്റിസ് വേണ്ടത്? ഇപ്പോൾ നമ്മൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കാലഘട്ടത്തിലുള്ള ചിന്തകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പരമാവധി ആസ്വദിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? പരമാവധി ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കുക. നമ്മൾക്ക് അറ്റ്മോസ്റ്റ് ആസ്വദിക്കാൻ പറ്റുന്ന ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഐഡിയോളജീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈ നോട്ട് വി ഡു സം ബാഡ് തിങ്സ് ദാറ്റ് ആർ നോട്ട്, ഇല്ലീഗലായിരിക്കാം. ഓക്കെ, ഇല്ലീഗലായിരിക്കാം, പക്ഷേ അതാരും നമ്മളാരും കാണാനില്ല, നമ്മളാരും കേൾക്കാനില്ല, നമ്മൾ ചെയ്യുന്നത് ആരും അറിയില്ല. സോ നമ്മൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നൊരാൾ ചിന്തിക്കുന്നു. ഒരു റേപ്പിസ്റ്റിന് അങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാം. കാരണം
നോ വൺ ഈസ് ഗോണ ഡീറ്റെയിൻ ഹിം, റൈറ്റ്? ഓനെ ആരും പിടിച്ചിട്ട് പിന്നെ ജയിലിലടക്കാൻ പോകുന്നില്ല, കോടതിയോ പോലീസോ ഒന്നും അറിയാൻ പോകുന്നില്ല. നോ വൺ ഈസ് സീയിങ് ഹിം, റൈറ്റ്? കാരണം ദൈവം എന്ന് പറയുന്ന ഒരാളില്ല. ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം ഇസ്ലാമിൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഓംനിപൊട്ടൻ്റ് ആണ്, ഓംനിസിയൻ്റ് ആണ്, എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവരുമാണ്. അപ്പോൾ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമായിട്ടുള്ള ഒരാളുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്യുമ്പം അവനത് കാണുന്നുണ്ട് എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ പിന്നെ അവിടെ ദർ ഇസ് നോ സ്പേസ്, റൈറ്റ്? അവിടെ പിന്നെ ഒരു 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 റൂമില്ല, ഈ തെറ്റുകൾ ചെയ്യാനൊരു റൂമില്ല. സ്റ്റിൽ വിശ്വാസികൾ തെറ്റ് ചെയ്യും, പക്ഷേ തെറ്റ് ചെയ്യുമ്പോൾ അവൻ വിശ്വാസിയല്ല എന്നുള്ളതാണ് സത്യം, റൈറ്റ്? അപ്പോൾ ആ രീതിയിൽ പിന്നെ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ജസ്റ്റിസ് വേണം, ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതിലോ കാര്യമില്ല. കാരണം പരമാവധി ആസ്വദിക്കുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ രീതിയിലുള്ള വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ചില ആൾക്കാർ പറയും ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള പിന്നെ കാര്യങ്ങളോ ഒന്നുമല്ല, അവർ നല്ല ആളുകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പർപ്പസ് ഉണ്ട്, അവർ ജസ്റ്റിസ് വേണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ നല്ല ആളുകളെ ജീവിക്കുന്നു പക്ഷെ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്, ഷുവർലി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, റൈറ്റ്? ഇൻഡീഡ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇപ്പം ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പം ഈ നല്ല മനുഷ്യരായി ജീവിക്കുന്ന ആളുകൾ, അവരും ഈ യോളോ എന്നൊക്കെ പറഞ്ഞ് യു ഓൺലി ലിവ് വൺസ്, നമ്മൾക്ക് എങ്ങനെയും അടിച്ചും പൊളിച്ചും ആസ്വദിച്ചും ജീവിക്കണം, നമുക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യാം, നമുക്ക് എന്തും ഏത് രീതിയിലുള്ള വൃത്തികേടുകൾക്കും പോകാം, കോട്ടൺ കോട്ട് വൃത്തികേടുകൾ പോകാം എന്ന് പറയുന്ന ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദർ ഇസ് നോ പോയിൻറ്റ്, ദർ ഇസ് നോ മീനിങ്, ദർ ഇസ് നോ പേർപ്പസ്, ദർ ഇസ് നോ ജസ്റ്റിസ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആളാണ്, ഞാനൊരു ആഡ് ഫിലിം മേക്കറാണ്, അതുകൊണ്ട് എൻ്റെ ചിന്തയിൽ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബ്രാൻഡാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ ദൈവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേൾഡിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ വിഷയം മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ സർക്കംസ്റ്റൻസസ്, നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, നോക്കൂ, നമ്മൾ എവിടെ നിന്നൊക്കെ കേട്ട കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലാതെ ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് തവണ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.